ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസമായ ഇന്നും തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സ് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. നദിയിൽ മൺകൂനയുള്ള സ്ഥലത്താണ് പരിശോധന നടത്തുന്നത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ കരയിലും നദിയിലും ആധുനിക മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചും പരിശോധന നടത്തും. അതേസമയം തെരച്ചിലിനായി കോഴിക്കോട് മുക്കത്തു നിന്നും 30 അംഗ റെസ്ക്യൂ ടീം ഷിരൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. കോഴിക്കോട് നിന്നും ചേരുന്നു. അരുൺ, അർജുൻ്റെ നാട്ടിൽ നിന്നും, അതായത് കോഴിക്കോട് മുക്കത്താണ് അർജുൻ്റെ വീട്, അവിടെ നിന്നും 30 അംഗ റെസ്ക്യൂ ടീം ഷിരൂരിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ വരുന്നത്. ഈ 30 അംഗ റെസ്ക്യൂ ടീം ആര്, സംസ്ഥാന സർക്കാരിൻ്റെതാണോ അതോ നാട്ടുകാർ ഏർപ്പെടുത്തിയ ടീമാണോ? ഇവർ എപ്പോഴാണ് പുറപ്പെടുക? അരുൺ ആലത്തൂർ. ഉടൻ തന്നെ ഈ ഒരു 30 അംഗ റെസ്ക്യൂ ടീം ഇവിടെ നിന്ന് പുറത്ത് അങ്ങോട്ടേക്ക് തിരിക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും കോഴിക്കോട് മുക്കത്ത് നിന്നുള്ള റെസ്ക്യൂ ടീമാണ് കർണാടകയിലേക്ക് പുറപ്പെടുന്നത്. എൻ്റെ മുക്കം, കർമ്മ, ഓമശ്ശേരി, അതുപോലെ തന്നെ പുൽപ്പറമ്പ് രക്ഷാസേന എന്നീ സന്നദ്ധ സേനകളിലെ ഗ്രൂപ്പിലെ സഹപ്രവർത്തകർ സ്വയം സന്നദ്ധരായാണ് പോകുന്നത് എന്നതാണ് പ്രത്യേകത. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മുക്കം, കർമ്മ, ഓമശ്ശേരി, പുൽപ്പറമ്പ് രക്ഷാസേന എന്നീ സന്നദ്ധ സംഘടനകളിലെ ആളുകളാണ് 30 അംഗ ടീമായിട്ട് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഈ ഒരു കോഴിക്കോട്ടെ മണ്ണിൽ നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അർജുനായുള്ള ഈ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആ റോഡിലെ മണ്ണ് ഏകദേശം 98% മണ്ണും നീക്കം ചെയ്തു. പക്ഷേ എന്നിട്ടും അർജുനെയോ വാഹനത്തെയോ കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായത്. ഏതായാലും ഇന്ന് രാവിലെ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഗംഗാവലി പുഴയിൽ എത്തി. ഇപ്പോൾ ആ മൺകൂന രൂപപ്പെട്ട ഭാഗത്തവർ എത്തി അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സൈന്യം നേരത്തെ പറഞ്ഞതുപോലെ അത്യാധുനിക മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരിക്കും നടത്തുക. 2 ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ പ്രധാനമായും നടക്കുന്നത്. ഒന്ന് ഈ ഗംഗാവലി പുഴയുടെ മധ്യഭാഗത്ത് ആ മൺകൂന രൂപപ്പെട്ടിരിക്കുന്ന ഭാഗം കേന്ദ്രീകരിച്ച്, മറ്റൊന്ന് ഈ പുഴയിൽ ഏതെങ്കിലും ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഭാഗത്തും കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ ഇന്ന് നടക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ ഏതായാലും തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. അത് വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് കോഴിക്കോട്ടെ അർജുൻ്റെ കുടുംബം കാണുന്നത്. കണ്ണാടിക്കൽ, ഞാനിപ്പോൾ നിൽക്കുന്ന കണ്ണാടിക്കലിൽ കുടുംബം രാവിലെ ഇതിൽ പ്രതികരിച്ചിരുന്നു. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് ഇന്ന് തങ്ങൾ വളരെ നിർണായകമായൊരു ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം വലിയ ഒരു പ്രതീക്ഷയുണ്ട്, ഇന്ന് കണ്ടെത്താൻ കഴിയും അർജുനനെ എന്ന ഒരു പ്രതീക്ഷ തങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കുടുംബം പറഞ്ഞത്. മാത്രമല്ല ഈ തിരച്ചിലിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവരുത്, എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തണം എന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. മുൻപ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വീഴ്ചകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ സൈന്യം എത്തിയതോടുകൂടെ തന്നെ ഈ തെരച്ചിലിൽ ഒരു വേഗത കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വേഗത ഇന്നും നിലനിർത്താൻ കഴിയണം എന്നത് മാത്രമല്ല, അത് എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ തന്നെ നടത്തണമെന്നൊരു ആവശ്യമാണ് അവർ പറഞ്ഞത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ഒരു റഡാർ സംവിധാനം മറ്റുമൊക്കെ ഉപയോഗിച്ചുവെങ്കിൽ ആ റഡാർ സംവിധാനമൊക്കെ വളരെ പഴയ രീതിയിലുള്ളതാണ്. അതിൻ്റെ ആധുനിക സംവിധാനമല്ല അതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം അതിനൊന്നും കൃത്യമായി കഴിയാതിരുന്നത്, ഈ കണ്ടെത്താൻ കഴിയാതിരുന്നത് അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് അത്യാധുനിക സംവിധാനങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റെസ്ക്യൂ പ്രവർത്തനം നടക്കും എന്നുള്ളതും കുടുംബം ഒരു ആശങ്കയായി ഇന്ന് രാവിലെ പങ്കുവയ്ക്കുകയുണ്ടായി. ഏതായാലും അർജുൻ തിരിച്ച് എത്തും എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അവർ പങ്കുവച്ചത്. അതേസമയം തന്നെ ഇപ്പോൾ ഏതായാലും ഈ ഗംഗാവലി പുഴയിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം, പ്രത്യേകിച്ച് സ്കൂബ ഡൈവിംഗ് ടീമും മറ്റുമൊക്കെ ആ മൺകൂന രൂപപ്പെട്ട ഭാഗത്ത് ഉൾപ്പെടെ എത്തിച്ച് കേന്ദ്രീകരിച്ച് നടത്തുന്ന ആ ഒരു രക്ഷാപ്രവർത്തനം, ആ രക്ഷാപ്രവർത്തനത്തിൽ ഇന്ന് ഏതായാലും ഒരു ശുഭവാർത്ത ഉണ്ടാവും, അർജുനെ കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. ഏതായാലും ഈ വെള്ളത്തിനകത്ത് അർജുൻ അകപ്പെട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത നന്നേ കുറവ് ആണ് എന്നുള്ളൊരു നിഗമനവും ഉണ്ട്. കാരണം അർജുൻ്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നൊക്കെ നേരത്തെ തന്നെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ മൊബൈൽ പെടുകയാണെങ്കിൽ റിങ് ചെയ്യില്ല. അപ്പോൾ മൊബൈൽ ഫോൺ റിങ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൺകൂന രൂപപ്പെട്ട ഭാഗത്ത് അർജുൻ വാഹനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുമ്പോൾ കോഴിക്കോട് നിന്നുകൂടെ ഒരു ടീം ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെയാണ് ഒരു സംശയം വരുന്നത്. അരുൺ ആലത്തൂർ, ഒരു സംശയം വരുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്നു, NDRF ഉണ്ട്, അതേപോലെ തന്നെ കർണാടകയിലെ ഫയർഫോഴ്സ് അടക്കമുള്ള സന്നദ്ധ സേവകരെല്ലാം ഉണ്ട്. സർക്കാർ സംവിധാനങ്ങളാണ്.
കേരളത്തിൽ നിന്നുള്ള സർക്കാർ സംവിധാനങ്ങൾ പോലും അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല, കാരണം അതൊരു മറ്റൊരു സംസ്ഥാനമാണ്. പക്ഷേ സൈന്യത്തിന് അവിടെ ഇടപെടാൻ കഴിയും. ഇന്ത്യൻ സൈന്യം എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സൈന്യത്തിന് അവരുടേതായ സേവനങ്ങളും അവരുടേതായ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയും. പക്ഷേ സർക്കാർ സംവിധാനങ്ങളൊന്നുമല്ലാതെ ഈ മുക്കത്ത് നിന്ന് നാട്ടുകാരുടെ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സേന അങ്ങോട്ടേക്ക് ചെന്നാൽ അവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം നൽകുമോ, അല്ലെങ്കിൽ അവർക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുമോ? ഇതൊക്കെ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വിഷയമല്ലേ? ഈ പുറപ്പെടുന്നവർ ഈ കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ, അല്ലെങ്കിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരിനെയോ അവിടുത്തെ കളക്ടറെയോ ഒക്കെ അറിയിച്ചിട്ടുള്ള ഒരു നീക്കമാണോ നടത്തുന്നത്, അതോ ഇവർ ഏകപക്ഷീയമായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണോ? അതിൻ്റെ ആ കാര്യങ്ങളെപ്പറ്റി എന്താണ് ഈ സന്നദ്ധ പ്രവർത്തകർ അല്ലെങ്കിൽ അവരുടെ സംഘടന നമ്മളെ അറിയിക്കുന്നത്? അരുൺ, വിനോദ്, ഈ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മറ്റും സംസ്ഥാന സർക്കാരുമായും മറ്റുമെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ തങ്ങൾ അങ്ങോട്ട് തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം, അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിൽ അവരെ കടത്തുമോ, അവരെ ഇത്തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്നതിനൊക്കെ അനുവദിക്കുമോ എന്നുള്ളതൊക്കെ കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായ അപകടങ്ങൾ, അതിപ്പോൾ മലപ്പുറത്ത് ഉണ്ടായ ഉരുൾപൊട്ടലാണെങ്കിലും മൂന്നാറിലുണ്ടായ ഉരുൾപൊട്ടലാണെങ്കിലും അല്ലെങ്കിൽ പ്രളയമാണെങ്കിലും ഒക്കെ നമുക്കറിയാം, സന്നദ്ധ സംഘടനകൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ സേവാഭാരതി പോലുള്ള സംഘടനകളാണെങ്കിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ഈ സന്നദ്ധ പ്രവർത്തനത്തിന് സ്വയം ഇറങ്ങി ചെല്ലുകയും വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് കൈകോർത്തുകൊണ്ട് ഈ പോലീസിനും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ ഒപ്പം അവരും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴൊക്കെ അവിടെ നിന്നും മണ്ണിനടിയിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടിയായിരുന്നു എന്നുള്ളത്. പക്ഷേ കർണാടകയിൽ അത്തരത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി എത്തുന്ന ഒരു സ്ഥിതിയോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയോ ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. സർക്കാർ സംവിധാനങ്ങൾ പോലും അവിടെ ആദ്യഘട്ടത്തിൽ എത്താത്ത സ്ഥിതിയായിരുന്നു. അത് പിന്നീട് പ്രതിഷേധങ്ങൾക്ക് ഉൾപ്പെടെ വഴിവെച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു PCC ജനറൽ സെക്രട്ടറി തന്നെ അർജുനൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ നമ്മൾ തന്നെ ജനം TV തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ വലിയൊരു വീഴ്ച ഉണ്ടായില്ലേ എന്നുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും മറ്റും ഉണ്ടായിരുന്നു, ചിക്കമംഗലൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ഇവിടേക്ക് എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആദ്യഘട്ടത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുകയുണ്ട്. അതേസമയം മാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നതോടുകൂടെ തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ കൃത്യമായി എത്തുകയും സർക്കാർ ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, ഏതൊരു അപകടം നടക്കുമ്പോഴും അതിൽ ആദ്യഘട്ടത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനം അത് വളരെ നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് അവിടെ ഇറങ്ങിച്ചെന്ന് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അത്തരം കാര്യങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, പിന്നീട് കുടുംബം സൈന്യം വരണമെന്നൊരു ആവശ്യം തന്നെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായി. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടെ സൈന്യം എത്തി. പക്ഷേ സൈന്യം എത്തുമ്പോഴേക്കും നല്ല മഴയാണ് ഇന്നലെ മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമായതോടുകൂടെ തന്നെ ഇരുട്ടായി, രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. ജിയോളജി വകുപ്പാണെങ്കിൽ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്, ഇവിടെ ഇനിയും മണ്ണിടിച്ചൽ സാധ്യതയും മറ്റുമൊക്കെ ഉണ്ട്. മാത്രമല്ല ഇനിയും ആ മലഭാഗത്തെ മണ്ണ് മാറ്റാൻ പറ്റില്ല. ഇനിയും കൂടുതൽ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും ഒരു അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് ജിയോളജി വകുപ്പ് തന്നെ അറിയിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇന്നലത്തെ രക്ഷാപ്രവർത്തനം ഈ ഒരു വൈകിട്ടോടുകൂടെ നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്ന് രാവിലെ ഏതായാലും വീണ്ടും ദ്രുതഗതിയിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സൈന്യവും അതുപോലെ തന്നെ നേവിയും അതുപോലെ ഒരു വശത്തെ NDRFൻ്റെ ടീം, അങ്ങനെ ഈ ഒരു 3 ടീമുകൾ അവരെല്ലാം സംയുക്തമായി കൊണ്ടുള്ള ഒരു പ്ലാനിലേക്കാണ് കടന്നിരിക്കുന്നത്. അതും ഈ ഗംഗാവലി പുഴ, ആ പുഴയും ആ പുഴയിലെ മൺതിട്ടയും ആ മൺതിട്ടയിലും മറ്റും കൂടുതൽ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ ആ ഭാഗത്ത് വാഹനം ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗമായി കർണാടക റവന്യൂ മന്ത്രി ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. റവന്യൂ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ മൺതിട്ട ഭാഗത്ത് വാഹനം ഉണ്ടാവാനുള്ള അർജുനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഏതായാലും അത്തരം ആ ഒരു സാധ്യത കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത്. അതിൽ തന്നെ ആ മൺകൂന രൂപപ്പെട്ട ഭാഗത്ത് കൂടുതൽ മെറ്റൽ ഡിറ്റക്ടർ പോലുള്ള 12 അടി താഴ്ചയിൽ വരെ ഉള്ള ഈ മെറ്റൽ സാമഗ്രികളും മറ്റും അതിൻ്റെ ഒരു സാമീപ്യം കണ്ടെത്താൻ കഴിയുന്ന മെറ്റൽ ഡിറ്റക്ടറും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ, വളരെ സങ്കീർണമായ തെരച്ചിൽ പ്രവർത്തനങ്ങളാണ് ഷിരൂരിൽ തുടരുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിലും NDRFന്റെ നേതൃത്വത്തിലും ഒക്കെ തന്നെ ഈ പ്രവർത്തനം തുടരുകയാണ്. അപ്പോഴാണ് അർജുൻ്റെ നാട്ടുകാരായ കോഴിക്കോട് മുക്കത്ത് നിന്നും 30 അംഗ സന്നദ്ധ സേവകരുടെ സംഘം അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. അവരുടെ നല്ല മനസ്സാണ്. അത്തരത്തിലുള്ള ഒരു സംഘം പുറപ്പെടുന്നത് തന്നെ നമുക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ്. പക്ഷേ ഈ സംഘത്തിന്
കർണാടക സർക്കാർ അനുമതി നൽകുമോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ആ സംഘത്തിൽപ്പെട്ട ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട് എങ്കിൽ അരുൺ, നമുക്ക് ഈ വാർത്തയ്ക്കൊപ്പം അവരുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. അവർ പ്രതികരിക്കാൻ ആരെങ്കിലും അവിടെ ഉണ്ട് എങ്കിൽ അവരുടെ പ്രതികരണം കൂടി നമുക്ക് നൽകുന്നത് നന്നായിരിക്കും. നമുക്കെന്തായാലും അർജുൻ്റെ സഹോദരി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവിടെ നീക്കുന്ന മണ്ണ് നീക്കം സമ്പൂർണ്ണമായി നടത്തിയിട്ടില്ല എന്നുള്ള പരാതി ഈ സഹോദരിയുടെ ഭർത്താവ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഷിരൂരിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ 98% മണ്ണ് നീക്കി എന്നൊക്കെയുള്ള കർണാടക സർക്കാരിൻ്റെ അവകാശവാദം അദ്ദേഹം തള്ളിക്കളയുകയാണ്. മണ്ണ് ഇനിയും അവിടെ നിന്ന് നീക്കാനുണ്ട്. അതുകൊണ്ട് കരയിലും പരിശോധന തുടരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇന്നലെ ഈ കുടുംബം മുന്നോട്ട് വെച്ചത്. എന്തായാലും സഹോദരി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അർജുൻ്റെ സഹോദരി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. സഹോദരിയുടെ വാക്കുകളിലേക്ക്. കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിൻ്റെ രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. പിന്നെ മീഡിയ സൈന്യം വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം, അവരൊന്നും ഇല്ലാതെയാണ് വന്നത്. അപ്പം ഇന്ന് എന്തെങ്കിലും എത്തും. ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം.